ഇന്നത്തെ സ്പെഷ്യല് അതായത് ചിക്കൻ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു പൊരിച്ചത്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കുറച്ച് വെജിറ്റബിൾ ഒക്കെ കൂടി കൂട്ടിയിട്ട് കോഴിമുട്ട കൂട്ടി ഒരു പിസ്സ മോഡൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. യെസ്, ഇത് ഒരു പ്ലേറ്റ് ചിക്കൻ പൊരിച്ചതാണ്. പിന്നെ വലിയുള്ളി ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളത്, ക്യാരറ്റ് ഇതുപോലെ ചീകിയിട്ടുള്ളതാണ്, ഇത് തക്കാളി ചെറുതാക്കി അരിഞ്ഞത്, ക്യാപ്സിക്കം ചെറുതാക്കി അരിഞ്ഞിട്ടുള്ളതാണ്, ഇത് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്, ഇത് കുറച്ച് കോഴിമുട്ട വേണം, വെളുത്തുള്ളിയും പച്ചമുളകും ഒന്ന് മിക്സിയിൽ ചതച്ചതാണ്, ഒരു 2 ബ്രെഡ് പീസ് ഇങ്ങനെ മുറിച്ച് പീസാക്കിയിട്ടുള്ളതാണ്. വീട്ടിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അപ്പോൾ ചിക്കൻ പൊരിച്ച് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പൊരിച്ചതിനൊന്നും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ ചെറുതാക്കി ആക്കിയിട്ട് പിന്നെ ഇതാക്കിയത്. സാധാരണ ചിക്കൻ പൊരിക്കുന്ന മോഡൽ തന്നെ വെളുത്തുള്ളി ഇച്ചിയും പച്ചമുളകും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് പൊരിച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ അളവ് നമ്മൾ ഓരോ നോക്കാം. 1 കപ്പ് വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞത് 1 കപ്പ്, ക്യാപ്സിക്ക ചെറുതാക്കി അരിഞ്ഞത് 1 കപ്പ്, തക്കാളി ചെറുതാക്കി അരിഞ്ഞത് 1 കപ്പ്, പിന്നെ ചിക്കൻ പീസാണിത്. അപ്പോൾ 2 കപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പിന്നെയും വേണ്ട മിക്സ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും പച്ചമുളകും കൂട്ടി അരച്ചതാണ്, 1 കപ്പ് മല്ലിയില. ഇനി നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്യുക, ഈ അരിഞ്ഞ പീസുകൾ കംപ്ലീറ്റ്. ഇനി ചിക്കൻ്റെ ഒരളവ് കുറവ് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ചിക്കൻ ഇടാം. അപ്പോൾ 1 കപ്പും കൂടി ഞാൻ ചിക്കൻ പൊരിച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലിൻ്റെ പീസൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. അപ്പോൾ നല്ലോണം മിക്സ് വെച്ചിട്ടുണ്ട്. ഒരു 3 കപ്പ് ഇതിലേക്ക് എടുക്കുന്നുണ്ട് പാന്. മൂന്ന് കപ്പ് ഫുള്ളാക്കിയിട്ട് അതുകൊണ്ട് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിലൊന്ന് ലൂസാക്കി ഇങ്ങനെ കലക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രെഡ് ഉണ്ട്, ഇത് 2 പീസ് ബ്രെഡാണ്, അതിനെ ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലവർ തന്നെ ഉപയോഗിക്കേണ്ടത്. ഒന്ന് ശരിക്കൊന്ന് ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ അമർത്തി പ്രസ് ചെയ്തിട്ട് ശരിയാക്കി വെക്കുക. ഇനി ഒരു സ്വല്പം ഉപ്പ് ഇടുക, അതിലേക്ക് നല്ല മിക്സ് ചെയ്യുക. ശേഷം നമ്മൾ ആ ബ്രെഡും കോൺഫ്ലവറിൻ്റെയും മിക്സ് അതിലേക്ക് ഇടുക. ഇനി ഒരു 3 കോഴിമുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഇങ്ങോട്ട് അടച്ചു വെക്കുക. നല്ലോണം മിക്സ് ചെയ്യുക എല്ലാ ഭാഗത്തും. ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെക്കുക ഉപ്പുണ്ടോ എന്നുള്ള കാര്യം. ഇനി അടച്ചു വെക്കുക. ഇനി ഞാൻ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം, ഏകദേശം ഇതേപോലത്തെ 2 ഉണ്ടെങ്കിൽ നല്ല സൗകര്യമാണ്. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ട് ഒന്ന് ചൂടായി വന്ന ശേഷം അതിലേക്ക് ഈ മിക്സ് ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ടേബിൾ സ്പൂൺ കൊണ്ട് ഇങ്ങനെ എല്ലാ ഭാഗവും റെഡിയാക്കി വെക്കുക. ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക. ശേഷം ഇതേ ഡയമീറ്ററിൽ വേറൊരു പാനിൽ ഞാൻ ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. ഇതൊന്ന് കമഴ്ത്തി മറച്ചിടണം. അപ്പോൾ സ്വല്പം അതിൻ്റെ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങോട്ടേക്ക് ജസ്റ്റ് തുണിയൊക്കെ പിടിച്ചിട്ട് ശ്രദ്ധിക്കണം, കൈ പൊള്ളുന്ന ഒരൊറ്റ മറിച്ചിടൽ. എന്നിട്ട് അതും ഇതേപോലെ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് അടച്ചും വെക്കുക. ശേഷം ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഒന്ന് ചൂടാറിയിട്ട് വേണം ഇത് മുറിക്കാൻ. ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇനി ചീസ് ഉണ്ടെങ്കിൽ ഒഴിക്കുക. ചീസിൻ്റെ അടുത്ത് സ്റ്റോക്കില്ല, കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. എന്നിട്ട് ഇത് നമ്മുടെ സൗകര്യം പോലെ അങ്ങോട്ട് മുറിക്കുക. ഇപ്പം ഇത് ഞാൻ മുറിക്കുന്നുണ്ട്. അവരൊക്കെ പീസ് ഞാൻ മുറിച്ചത് അങ്ങോട്ട് മാറ്റി വെച്ചതാണ്. ഈ ഒരു കത്തിൻ്റെ സൗകര്യമാണ്. മൊത്തം ഒരു 12 പീസാക്കിയിട്ടാണ് ഞാൻ മുറിച്ചിട്ടുള്ളത്. ഇത് മുറിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ചീസ് വെച്ച് കഴിച്ചാലും കുഴപ്പമില്ല. ഇങ്ങനെ കഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റാണ്, സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ചിക്കനൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷന് ബാക്കി വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി ചെയ്യാം. അതുപോലെ വെറൈറ്റി ഫുഡുകളൊക്കെ നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ നിങ്ങൾ പഴയ ഇതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്.
എന്നാൽ താങ്ക് യു.